ചേച്ചി, എനിക്ക് തോന്നുന്നത് അവനത് ആരാണെന്ന് നോക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോ അത് വസുതയും മക്കളും തന്നെയാണെന്ന് അവന് മനസ്സിലായത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. അതിനെന്തിനാ അവൻ വരാതിരിക്കുന്നത്? മിക്കവാറും അവരെ മറ്റെവിടെയെങ്കിലും മാറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ അവൻ വരേണ്ടതല്ലേ? നിനക്ക് സംശയം കുറച്ച് കൂടുന്നുണ്ട്. അവൻ എന്ത് ചെയ്താലും നിനക്ക് സംശയ. എന്റെ സംശയമൊന്നും തെറ്റാറില്ല ചേച്ചി. ഇല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സത്യം അറിയാം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ടെൻഷൻ ചേച്ചിക്കുണ്ട്. ഞാൻ വെറുതെ ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ ഇന്ന് പോയതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കെന്താ? നിനക്കങ്ങനെ പറയാം. കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവർക്ക് എന്തും പറയാലോ. അവൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിലേ അതവൻ എന്നോട് പറയും. പറയാതെ അവൻ ഒരിടത്തും പോവില്ല. നിങ്ങളിങ്ങ് വന്നേ. ഞാൻ വന്നോളാം. ചേച്ചി ഒരു കാര്യം മനസ്സിലായിക്കോ, അവൻ ഇന്നും ചേച്ചിയുടെ മടിയിൽ വെക്കുന്ന കുഞ്ഞുമാവയല്ല. അവൻ അവന്റേതായ തീരുമാനങ്ങളും ചിന്തകളും ഉണ്ട്. എല്ലാം സ്വന്തം അമ്മയുമായി ചർച്ച ചെയ്ത് ചെയ്യണമെന്നില്ല. സതേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് ചേച്ചി. അതിനെക്കുറിച്ചൊന്ന് നന്നായിട്ട് ആലോചിക്കണം. ഇന്നലെ തന്നെ അവൻ കുട്ടിയെ കിട്ടിയെന്ന രീതിയിലാ സംസാരിച്ചത്. പിന്നെ പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറ്റി. കാരണം നമ്മൾ തിരിഞ്ഞു നിന്ന് അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞ നിമിഷമാ അവന്റെ സ്വഭാവം മാറിയത്. ചേച്ചി ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ചേച്ചി ശ്രദ്ധിച്ചില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ തന്നെയാ ആ വിഷയം മാറ്റിയത്. പിന്നെ അവൻ കണ്ടിട്ട് പറയാമെന്ന് നമ്മളോട് പറഞ്ഞു. അവൻ കാണാൻ പോയതാണെന്ന കാര്യം ഉറപ്പല്ലേ ചേച്ചി? പക്ഷെ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല. ഇതിൽ നിന്ന് എന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി. ഗിരി എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അത് മിക്കവാറും വസുതയും മക്കളും തന്നെയായിരിക്കും. അതിനെ മറച്ചു വെച്ചിട്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നടത്തും. ഗിരിയുടെ സ്വഭാവം നമുക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ നിന്ന് അവൻ മാറില്ല. ആര് തടസ്സം നിന്നിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പറഞ്ഞനുസരിപ്പിക്കാനായിട്ട്. ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവസാനം അതൊരു തിരുത്താൻ കഴിയാത്ത തെറ്റായി മാറരുത്. ലക്ഷ്മി എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരണോ ചേച്ചിക്ക്? ഇവിടെ ഒരു പെണ്ണ് അവനെ മാത്രം കാത്തിരിക്കുന്നുണ്ട്. അത് മറന്നു പോവാതിരുന്നാ മതി. ഇതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാ ഞാനിങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പൊ എനിക്കില്ലാത്ത കുറ്റമില്ല. ഏതായാലും എല്ലാം കാത്തിരുന്ന് കാണാം. നീ വാ, ഒന്ന് കിടക്കാൻ നോക്കൂ. സത്യസന്ധനായ മോനെയും പ്രതീക്ഷിച്ച് ചേച്ചി ഇവിടെ തന്നെ നിൽക്കട്ടെ. വാ. കളിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ. അതാണല്ലോ വസുത ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. മാത്രമല്ല നാൻസി വസുതയ്ക്ക് നല്ലൊരു കൂട്ടാവൂന്ന് എനിക്കറിയാം. അങ്ങനെ കൂടുതൽ പൊക്കല്ലേ ചേട്ടാ, ഞങ്ങള് പുറത്തല്ലേ നിക്കുന്നേ. ഞാൻ പൊങ്ങി പൊങ്ങി ആകാശത്തേക്ക് പോവും. ചേട്ടാ വന്ന് ആർക്കൊരു കാര്യം പറയാൻ വയ്യാതായല്ലോ. നീ വെറുതെ അവളെ കൂടുതൽ പൊക്കണ്ട. അല്ലെങ്കിൽ തന്നെ റിസോർട്ട് തനിച്ചാണ് നോക്കുന്നെന്ന് പറഞ്ഞ എപ്പോഴും വലിയ ജാടയാ. നിന്റെ പ്രശംസ കൂടിയാകുമ്പോ അതിനിയും കൂടും. കൂടുമല്ലോ. 2 സിംഹങ്ങൾ ഉണ്ടായിട്ടും റിസോർട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ് തിരക്കാണെന്നും പറഞ്ഞ് രണ്ടാളും ഓടി നടക്കുമായിരുന്നില്ലേ? ഞാനില്ലെങ്കിൽ കാണായിരുന്നു.
അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് ജാടയൊക്കെ ആവാം. അപ്പോ ഇതായിരുന്നല്ലേ മനസ്സിരിപ്പ്? എങ്കിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയും. എന്തായാലും തനിക്ക് ജാടയാണല്ലോ, ഇനി അതിനി ഒട്ടും കുറയ്ക്കണ്ട. ഞാനും സോജനും ഇനി റിസോർട്ടിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നേ ഇല്ല. എല്ലാം ഇനി താൻ തന്നെ നോക്ക്, അല്ലേ? എങ്കിൽ പിന്നെ വീണ്ടും ജാട കാണിക്കാലോ. അയ്യോ, അങ്ങനെ 8ന്റെ പണി തരല്ലേ ഏട്ടാ. തനിക്ക് ജാട എടുക്കാലോ, ഇനി എടുത്തോ. കിട്ടുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ എന്നെ തീറ്റിക്കല്ലേ. നമുക്ക് ഇപ്പൊ പോകുന്ന പോലെയൊക്കെ പോയാ പോരെ? എടോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒറ്റയ്ക്കായെന്ന് കരുതേം വേണ്ട. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഒരു വിളിപ്പുറത്ത് എപ്പോഴും ഞാനുണ്ടാവും. ഇവരെ അകത്തേക്ക് കൊണ്ടുവയ്ക്കോ. ലഗേജ് ഞങ്ങൾ കൊണ്ടുവരാം. ചെൽ. വാ. വസുതയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. നീ വല്ലോ അന്വേഷിച്ചായിരുന്നോ? ഞാൻ പരമാവധി അന്വേഷിച്ചു കഴിഞ്ഞമ്മേ. അവൾ എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. നീ ഒന്നുകൂടെ വിശദമായിട്ട് അന്വേഷിക്കണം. നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു വേണം. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. പോകുന്നവര് പോട്ടെ. അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ പോകുന്നത്. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. എന്റെ മകന്റെ മകനാ അത്. അവൻ വളരേണ്ടത് ഇവിടെയാ. അവൻ ഇവിടെ തന്നെ വളരും. അങ്ങനൊരു വാശി എന്തിനാ അമ്മേ? പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കരുതിയാ പോരെ? അല്ല, ഇപ്പൊ എന്താ കൊച്ചുമാനോട് പെട്ടെന്നൊരു സ്നേഹം? നിനക്കങ്ങനെയൊക്കെ പറയാം. ഇവിടെ വേറെ ആർക്കും കുട്ടികളില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ ആകെയുള്ള ആൺതരിയാണ്. ഇവള് പറയുന്നതൊന്നും നീ നോക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോവും. ഇവളെയും വിശ്വസിച്ച് കാത്തിരുന്നാലുണ്ടല്ലോ, കയ്യിലുള്ളത് പോവുകയും മാളത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതെന്താ അമ്മ അങ്ങനെ കൊള്ളിച്ച് വർത്താനം പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? നീ അങ്ങനെ തന്നെ ചോദിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ? പിന്നെ എന്താ നിനക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്തത്? നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലേ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ തറവാട് അന്യം നിന്ന് പോവാതിരിക്കാൻ ഒരു കുഞ്ഞു വേണം. നിനക്കതില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും എന്റെ മോൻ ഒരു പ്രശ്നമില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ നിന്റെ കുഴപ്പമായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങളിപ്പോ കുട്ടികളെ വേണ്ടെന്ന് വെച്ചിട്ടാ. അല്ലെങ്കിലും കുട്ടികൾ ഉണ്ടാവുന്നത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. പന്നി പിറന്ന പോലെ കുറെ മക്കൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? 4-5 വർഷത്തേക്ക് കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങളുടെ തീരുമാനം അല്ലേ സനീഷേട്ടാ? എങ്കിൽ പിന്നെ നീ എന്തിനാ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. മര്യാദയ്ക്ക് നിന്നാ നിനക്കോളാം. എന്ന നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവനാണ് പുത്രൻ. ഈ തറവാട്ടിൽ ഒരു പുത്രൻ കൂടിയേ തീരൂ. അവൻ എന്റെ മകന്റെ മകനാ. ആരൊക്കെ എതിർത്താലും അവൻ എന്റെ മകന്റെ കുട്ടിയാ. അവൻ ഇവിടെയാ വളരേണ്ടത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഒരു പുത്രൻ വേണമല്ലോ. മക്കളില്ലാത്തവർക്കൊക്കെ പറയാൻ പലതും കാണും. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. എന്തായാലും വസുദേയും പിള്ളേരെ കുറിച്ച് നീ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം.
കിട്ടിയാൽ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് താല്പര്യമില്ലാത്തവർക്ക് എന്തു വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. എന്തു പറഞ്ഞാലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനൊക്കെ ആർക്കും പറ്റും. ഇവിടെ ഉണ്ടല്ലോ ഒരാള്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം ആയില്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചവർക്കൊക്കെ മക്കൾ 1ഉം 2ഉം ആയി. ഇവിടെ ഇപ്പോഴും ട്രീറ്റ്മെന്റുമായിട്ട് നടക്കുക. ചോദിക്കുമ്പോ അടുത്തൊന്നും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന ഡയലോഗും. കയ്യിലുള്ള നിധി കളഞ്ഞു കുളിക്കാൻ എനിക്ക് വയ്യ. സച്ചുവിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അതിന് എതിർപ്പുള്ളവര് ആദ്യം ഈ തറവാടിനൊരു കുഞ്ഞിക്കാല് സമ്മാനിക്കട്ടെ, എന്നിട്ട് മിണ്ടിയാ മതി. അതിന് പറ്റിയില്ലെങ്കിലേ വായ മൂടി ഒരു മൂലക്കിരുന്നോണം. പട്ടിപ്പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ടൊട്ട് തീറ്റിക്കുകയില്ല എന്നുള്ള രീതിയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. നല്ലതുപോലെ നിന്നാ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ജാനകിയുടെ തനി സ്വഭാവം കാണേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അതിനും മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ. മോനെ നമുക്ക് കണ്ടുപിടിക്കാമേ. അമ്മ സമാധാനപ്പെടും. അവള് കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ 2ഓ 3ഓ വർഷം കഴിഞ്ഞാണ് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരുന്നതെങ്കിൽ ഇനി ഒരു പക്ഷെ ഒരിക്കലും വന്നില്ലെങ്കിലും അപ്പോഴും നീ ഇങ്ങനെയൊക്കെ തന്നെ പറയോ? ഞാൻ ഈ പറയുന്ന ഒന്നും ഇപ്പൊ നിനക്ക് തലേ കേറില്ലടാ. ഇപ്പൊ നിന്റെ ചെവിയും കണ്ണും അടഞ്ഞിരിക്കുക. നല്ലതുപോലെ നിന്നാ എല്ലാവർക്കും കൊള്ളാം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? മോനെ, കുഞ്ഞെവിടെടാ? അതവരല്ലമ്മേ. അയ്യോ, പിന്നെ? അമ്മ, അത് വേറെ ഏതോ ഒരു സ്ത്രീയും കുഞ്ഞുമായിരുന്നു. അയ്യോ, അതേത് സ്ത്രീയായിരുന്നു? അവരങ്ങനെ വസ്തുതാണെന്ന് പറഞ്ഞു. അതിന് അവരല്ലല്ലോ പറഞ്ഞത്. അവരെ കണ്ടപ്പോ സാമ്യം തോന്നി ഒരാൾ വിളിച്ചു പറഞ്ഞതല്ലേ. എങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഏതാ സ്ത്രീ? ഞാൻ അവരുടെ പേരൊന്നും ചോദിച്ചില്ല. കണ്ടപ്പോ തന്നെ അത് മോളല്ലെന്ന് എനിക്ക് മനസ്സിലായി. കൂടെയുള്ള സ്ത്രീ വസുതയല്ല. പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? ഞാനിങ്ങ് പോന്നു. അപ്പോ നിന്നെ വിളിച്ചു പറഞ്ഞവര് ഒരു തെളിവും ഇല്ലാതെയാണോ വിളിച്ചത്? ശരിയാ, അങ്ങനെ വിളിച്ചു പറയാൻ പറ്റിയ കാര്യമാണല്ലോ ഇതൊക്കെ. ആ, അയാൾക്കൊരു സംശയം തോന്നി, അത് അയാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോ അത് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അതിനിപ്പോ എന്താ? അപ്പോ ഇന്നലെ നീ അതുകൊണ്ടാണോ വരാതിരുന്നത്? അതെ. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ മാത്രം അകലെയായിരുന്നു സ്ഥലം? അതെ, എറണാകുളത്തായിരുന്നു. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഞാനിവിടെ റൂമും എടുത്തു. എടാ, നീ പറയുന്നതൊക്കെ സത്യമാണല്ലോ. അമ്മ എന്താ ഒരുമാതിരി കുറ്റവാളികളോട് ചോദിക്കും പോലെ? എന്റെ മോന്റെ രീതികളൊക്കെ ഇപ്പൊ തീർത്തും വിചിത്രമാണല്ലോ. അമ്മാവനാണ് അമ്മയ്ക്ക് ഇതുപോലുള്ള ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനെന്ത് പറയാൻ? നിന്റെ അമ്മ എന്താ കൊച്ചുകുട്ടിയാണോ? സ്വന്തം അമ്മയ്ക്ക് മകനെ മനസ്സിലാവില്ലേ? അമ്മാവൻ വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്നെ ഇതുപോലുള്ള സംശയങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് നിന്റെ കയ്യില് വേണ്ടതിനൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോ എന്ത് വേണ്ടാതിനും കാണിച്ചു. മതി മതി, ഇനി 1ഉം 2ഉം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ സംസാരമൊന്നും വേണ്ട. നിന്റെ മാറ്റം തിരിച്ചറിയാൻ ആരുടെ സഹായവും വേണ്ട. അമ്മേ, എനിക്ക് എന്ത് മാറ്റുവാ? നീ കണ്ടത് വസുതയും മക്കളെ അല്ലല്ലോ, അല്ലേ? അല്ല. ആണെങ്കിൽ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഹാ, അവിടെയാണ് എനിക്ക് നിന്നെ സംശയം. ഒരുപക്ഷെ നീ അവരെ കണ്ടെത്തിയിട്ടും
നീ ഞങ്ങളോട് കള്ളം പറയുന്നതാണെങ്കിലോ? അമ്മേ, എനിക്കതിന്റെ ആവശ്യം എന്താ? അത് മോളാണെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരില്ലേ? അമ്മയെ പിരിയാൻ വയ്യെന്നും പറഞ്ഞ് ഒന്ന് കരഞ്ഞാ മതിയല്ലോ. അപ്പൊ ചേച്ചിക്ക് തോന്നിയല്ലേ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യാഞ്ഞിട്ട് ഇവൻ എന്തും സമ്മതിച്ചു കൊടുക്കും. പിള്ളേരാകുമ്പോ കരയുന്നുള്ള കാര്യം ഇവൻ ഇനിയും മനസ്സിലായിട്ടില്ല. അമ്മ അങ്ങനെ പലതും ഊഹിച്ചോട്ടെ, പക്ഷേ ഞാൻ പറയുന്നു അത് വസുദയും മക്കളും ആയിരുന്നില്ല. അതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല. അമ്മ, ഒരുപാട് ദൂരം വണ്ടിയോടിച്ച് തളർന്നു വന്നതാ ഞാൻ. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. അതോ ഇനിയുണ്ടോ ചോദ്യോത്തരങ്ങൾ? അപ്പൊ മോനൊന്നും കഴിച്ചില്ലേ? അതൊന്നും ചോദിക്കാൻ അമ്മയ്ക്ക് നേരമൊന്നുമില്ലല്ലോ. അത് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതിനുള്ള സമയം പോലും തരാതെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യലായിരുന്നില്ലേ? മോൻ പോയി റെഡി ആയിട്ട് വാ, അമ്മ ചോറെടുത്ത് വെക്കാം. വാ. എല്ലാം പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ഒന്നും പോയിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഇനി എന്ത് സമയം? ഏറ്റെടുത്ത എല്ലാ പരിപാടിയും മിസ്സാക്കിയില്ലേ? ഇനിയിപ്പോ എന്താ പുതിയതായിട്ട്? ഓ, തിരക്ക് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യം നടക്കണമെങ്കിൽ സമയമെടുക്കും. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇനി എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കാനാ? ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു പോകുന്നു. ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, ഒടുക്കത്തെ ഭാഗ്യമാണ് അവൾക്ക്. അതുകൊണ്ടല്ലേ മരിച്ചിട്ടും തിരിച്ചു വന്നേ. നിങ്ങൾക്ക് അത്ര തന്നെ ഭാഗ്യക്കേടുമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് വല്ല ടെൻഷനും ഉണ്ടാവുമായിരുന്നോ? എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയെന്ന് എഴുതി സമാധാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒടുക്കത്തെ ഒരു തിരിച്ചുവരവ്. ഇനിയിപ്പോൾ അവള് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് രേഖകൾ ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും, അത് അവളുടെ ആവശ്യമല്ലേ. അതിനു മുമ്പ് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം. ഓ, എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകളുടെ സ്ഥാനത്താ പെണ്ണ്. അത് നിങ്ങൾ മറക്കരുത്. സ്വന്തം ചോരയാണ് കൊന്നുകളയാൻ പറയുന്നത്. ആര് പറഞ്ഞു കൊല്ലാൻ? എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷേ അതിനു മുമ്പ് അവള് പോയതുപോലെ അങ്ങ് പോയേക്കണം. പിന്നെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ശ്രമിക്കാന്നല്ലാതെ തിരിച്ചു വരില്ല എന്ന് അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. മറ്റൊന്നും വേണ്ട, ഒരു സൈൻ മാത്രം മതിയെന്ന് വിചാരിച്ചിട്ട് അതുപോലും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വാങ്ങാൻ വേണ്ടിയല്ലേ ഞാൻ ഇതുവരെ എത്തിയത്. പക്ഷെ കൃത്യസമയത്ത് ആ പിള്ളേർ ബഹളം വെച്ചതുകൊണ്ടാ ആളുകൾ ഓടി വന്നത്. അങ്ങനെ പറയാന്ന് വെച്ചാൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ കാര്യം നടക്കണ്ടേ? ഇപ്പോഴാന്ന് പിശാചിനെ കാണുന്നുമില്ല. ഇനിയിപ്പോ എവിടെ പോയി തരയും? 2 ദിവസം കൊണ്ട് വിവരം കിട്ടും. നമ്മുടെ ആളുകളെ ഇറക്കിയിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഒന്നിനും കൊള്ളാത്ത കുറെ വിഡ്ഢികൾ. നിന്നെയൊക്കെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ, അത് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇനിയിപ്പോ നീ അധികം പുറത്തിറങ്ങണ്ട, അതാ നിനക്ക് നല്ലത്. നീ ഒന്ന് പോയതിന്റെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. ആ പെണ്ണ് പിള്ളേരെയും കൊണ്ട് മുങ്ങിക്കളഞ്ഞില്ലേ? ഒരു 100 ഇഴ വ്യത്യാസത്തിലാ പഴിച്ചത്. ഇല്ലെങ്കിൽ ഞാനിപ്പോ തീർത്തളഞ്ഞനെ. ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്ക്. അക്കാര്യത്തിൽ എന്റെ ശ്രദ്ധക്കുറവ് മാത്രമൊന്നുമല്ല, മുറിച്ച മുറി കൂടുന്ന ഇനമാണ്. അല്ലാതെ ഒരാള് പോലും തുണയില്ലാതെ ആ 2 മക്കളെയും കൊണ്ട് അവൾ ഇങ്ങോട്ട് പോയി എന്നാണ്. പിള്ളേരെയും കൊണ്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ അവൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ. അല്ലാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. എനിക്കതല്ല മനസ്സിലാകത്തത്. അവൾക്ക് എങ്ങനെ ഈ കന്യാസ്ത്രീ മഠവുമായിട്ട് ബന്ധമുണ്ടായി? അവൾക്ക് കഴിഞ്ഞ കാലമൊന്നും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞേ? ആരോട് പറഞ്ഞു? അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മൾ രഞ്ജിത്തിനെ ഇറക്കിയത്. കഴിഞ്ഞ 2 വർഷം വ്യക്തമായിട്ട് അവളുടെ ഓർമ്മയിലേ ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. അതും പോലീസിനോട്. എന്തൊക്കെയോ ഓർമ്മയുണ്ടെന്നല്ലാതെ വ്യക്തമായൊരു ചിത്രം അവൾ എവിടെയും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആ പെണ്ണിന്റെ സൂത്രമായിരിക്കും എന്നാണ്. അല്ലാതെ ഈ മഠത്തിലൊക്കെ അവൾ എങ്ങനെ അന്വേഷിച്ചെത്തി? ഒരുപക്ഷെ അറിയാതെ ചെന്ന് കയറിപ്പോയതാകാനും മതി. അവക്ക് ആ മഠവുമായി എന്തോ ബന്ധമുണ്ട്. ഒരു പ്രാവശ്യം കൂടി നീ അവിടെ നിന്ന് കയറി നോക്ക്. അവൾ അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും.
മഠത്തിലവളില്ല. ഞാനത് അന്വേഷിച്ചതാ. ഒരു പക്ഷേ അവിടുത്തെ സിസ്റ്റർമാരും കൂടി അവക്ക് കൂട്ടം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരറിഞ്ഞു? എല്ലാവരും ഒത്തിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? ഏതായാലും നീ ഒന്നുകൂടെ നോക്ക്, ഞാൻ വിളിക്കാം. കൊച്ചുമകളെ കാണാത്ത ദുഃഖത്തിൽ കഴിയുന്ന സാവിത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയ സത്യം മറച്ചുവെച്ച് മകൻ തന്നെ കബളിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനോട് ക്ഷമിക്കാൻ കഴിയുമോ? അതിപ്പോ ഒരുപാട് അന്വേഷിക്കണമെന്നൊന്നുമില്ല. ആ ഗിരിക്ക് കൃത്യമായിട്ടറിയാം. മകളെ കാണാതായതിന്റെ ഒരു വിഷമവും അവന്റെ മുഖത്തില്ലേ. വസുധയ്ക്ക് വേണ്ടിയുള്ള മാനവിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ മറികടക്കാൻ എന്താണ് മാനവിന്റെ മനസ്സിലുള്ള പദ്ധതികൾ? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഒരു വസുധ എന്ന് പറയുന്ന അമ്മ ഐനു എന്ന് പറയുന്ന കുഞ്ഞിനെയും അതുപോലെ സ്വന്തം കുഞ്ഞിനെയും ഒരുപോലെ തന്നെ സ്നേഹിക്കുകയാണ്. അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭാവിയിൽ ഒരു നല്ലതിനാണ് എന്ന് എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, അത് എനിക്കും തോന്നിയൊരു ഡൗട്ടാണ്. കാരണം അമ്മയില്ലാത്ത ഒരു കുഞ്ഞ്, മകളെ നഷ്ടപ്പെട്ട ഒരമ്മ, ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ കുഞ്ഞാന്ന് വെച്ചിട്ട് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ സ്നേഹിച്ചോളാന്നൊന്നുമില്ല. പക്ഷെ ഇത് ഭാവിയിൽ ഒരു പ്രശ്നം വരുമോ എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു? കമന്റ് ചെയ്യാൻ മറക്കല്ലേ.